അബുദാബിയിൽ നല്ല നിലയിൽ സ്വന്തം കട എല്ലാവരും നിങ്ങളും കച്ചവടം ചെയ്യാൻ പറ്റിയ രീതിയിൽ കൊണ്ടുവരണം. കാരണം ചില ഭാഗത്ത് ചെന്നാൽ അവിടെ ഒരിതുണ്ട്, ഏത് കണക്കാവുന്ന ആളുകളെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രംഗം നല്ലോണം മനസ്സിലാക്കും. ഞാൻ ചെന്നപ്പോൾ അവിടെ യാത്രയുടെ ഏരിയയിലായിരുന്നു. ഇപ്പോൾ ഞാൻ വെള്ള പാൻറ്, വെള്ള ഷർട്ട്, വെള്ള തുണി, ഇത് അറബിക്ക് വളരെ ഇഷ്ടം. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കച്ചവടം നല്ലൊരു ഐഡിയ ഉണ്ടാവും, ആളെ പിടിച്ചെടുക്കാനും തരാനും. അതിന് നമ്മൾ വെള്ളൊരു ഇത് കൊടുത്തു, കപ്പടകൾ കെട്ടിയിട്ട് അത് ഇത് കാണുമ്പോൾ എല്ലാവർക്കും വളരെ താല്പര്യം. അങ്ങനെ കച്ചവടം, നല്ല കച്ചവടം, 3500 ഗ്രാമിൻ്റെ കച്ചവടം ഒരു ദിവസം ഞാൻ ഇതിൻ്റെ കടയിൽ ചെയ്തു. ഞാൻ വരുന്ന വരെയാ കച്ചവടം ചെയ്തു. നല്ല നില ഹോട്ടലായിരുന്നു, അതിൻ്റെ മാനേജ്മെൻറ്റാണ്. മുഴുവൻ വേഷം നോക്കേണ്ട എല്ലാ ഫുഡുകളും ചെയ്യണം. ഏതായിട്ടും ഫുഡ് വന്നാലും നമുക്ക് ഉണ്ടാക്കിയിട്ടു. പക്ഷേ അന്നത്തെ ആ ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല. 20 കിലോൻ്റെ ഒരു മൈദക്ക് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു ബക്കറ്റിക്കാട്ടില്ല, അവിടെ ഇപ്പോൾ ഉപ്പില്ല, കല്ലോട് കഴിക്കാം. ഇന്നാർക്കും ആ രംഗമില്ല, ഞാൻ ഇഷ്ടപ്പെട്ട രംഗമില്ല. ഇന്ന് വെച്ചാൽ ചാക്ക് പൊട്ടിച്ചിട്ട് ഷീറ്റില്ല, വെള്ളം ഒഴിക്കുക, സ്വിച്ചാട്ടില്ല. ആ സാധനം കറങ്ങിയിട്ട് പൊറാട്ടയുടെ മാവായിട്ട് അത് ഇടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അന്നത്തെ എൻ്റെ ബുദ്ധിമുട്ടതില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നല്ല കച്ചവടം, നല്ല നില എടുക്കും. അതിന് ഞാൻ എൻ്റെ 2, 3, 4, 5 അനിയന്മാരുണ്ട് ഗൾഫിൽ, അബുദാബി, സൗദിയിലായി. ഇവർക്ക് കഷ്ടപ്പെട്ട് എപ്പോൾ നോക്കിയാലും കിട്ടുന്ന പൈസ കറക്റ്റ് കപ്പാലത്ത് കൊടുക്കാനായിരുന്നു. ഇതിനോ നാട്ടിനേക്കാൾ നമുക്ക് ചോദിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ രാജിച്ച് പോയി. ഞാനൊരു വണ്ടിയത്തിൽ ബിരിയാണി ഞാൻ വിളിച്ച് വരുത്തിയിട്ട് സ്വന്തം കട പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിർത്തിയിട്ട് എനിക്ക് വിജയിക്കണം ഞാൻ പറഞ്ഞു വരുന്നത്. പൈസ ഉണ്ടായിട്ടല്ല ഞാൻ കടത്ത്. ഞാൻ തൊഴിൽ കാര്യം വെച്ചിട്ട് 5 ലക്ഷം ഒറ്റെടുത്തിട്ട് ഫസ്റ്റ് ചെറിയൊരു കടത്ത് അബൂപായസ് റെസ്റ്റോറൻറ്റ് പേരിട്ടു, ചെറിയ കട. അത് കേൾക്കുന്നില്ല, നല്ല നിലയിലാണ് വിജയിച്ചു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വാദി വനിയാസ് റെസ്റ്റോറൻറ്റ് 1 അല്ല 2ാമത്തോ അവിടെയാണ്. അങ്ങനെ 28 കൊല്ലം കഷ്ടപ്പെട്ട് നല്ല പൈസ ഉണ്ടാക്കി ഇവിടെ ചെയ്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ എൻ്റെ മകന് ഇന്ത്യക്കാരൻ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമില്ല, പോകാൻ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു കട ഇവിടെ പോയി വന്നിട്ട് ഒരു കടക്കാണ് ഫ്രണ്ട്സിൻ്റെ കട. ഞാൻ പറഞ്ഞു എനിക്കായത് എബിസിഡി എനിക്കറിയില്ല, ഇതൊക്കെ അറിയാൻ കാര്യം എനിക്ക് പൈസ നീ മുടക്കാമെന്ന് ഞാൻ പൈസ. അങ്ങനെ ഒരു കട മഞ്ചേരി പോയിട്ട് എന്നാൽ സിൽവാൻ കമ്പനിയുണ്ട്, അത് ഈവൈ. അതിന് 50 ലക്ഷം റുപ്യ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്വന്തം പൈസ. അത് കുറച്ചാൽ കഴിഞ്ഞ് അതിന് ഒന്നൊരു കാര്യം മകൻ പറഞ്ഞു ഒന്നുകൂടിയിട്ട് ഞാൻ എന്നിട്ട് കാര്യമില്ല പണിയെന്ന് വെച്ചിട്ട് ഞാൻ അത് ഇരുന്നിട്ടാ കാര്യം. അന്നെ പറഞ്ഞ അവിടെ അങ്ങനെ പറഞ്ഞ കച്ചവടം കണ്ടു കഴിഞ്ഞ 2ാമത്തെ കടയ്ക്ക് പൂവാട്ട് പറമ്പിൽ. അത് കഴിഞ്ഞിട്ട് ഒറ്റ ഒരാളായി വരുമ്പോഴത്തേക്കും പോലെ പറമ്പി കണ്ട് മക്കസിൻ്റെ നേരെ താഴെ 3 കട. അത് കഴിഞ്ഞിട്ട് ഒന്ന് അരീകോട് ചുറ്റത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് വയനാട്ടിൽ ഒരു കട. ഇങ്ങനെ 4-5 കട ഇതിൻ്റെ ഇടയിലപ്പോൾ ചെയ്തു. അപ്പോൾ നല്ലൊരു സംഖ്യ ഈ കടം വന്നു. ആ കൊറോണയിലാണ് 1.5 കോടി ബാധ്യത മനസ്സിലായി. അങ്ങനെ കടനാട് വീട്ടിലെല്ലാം മുതലാക്കി ചെയ്ത് അത് പോയി കടങ്ങൾ ഏകദേശം വീട്ടിൽ അല്ല ചിന്തരെ കടന്നു. എനിക്ക് നല്ലൊരു വീട് വേണം, ഇത് സ്വപ്നമാണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ച അതേ നല്ലൊരു വീട് അതെനിക്ക് വേണം. അതിന് ഞാൻ ഇതിന് തന്നെ അത് ഉണ്ടാക്കണം. ഞാൻ ചെയ്യാം. ഇവരുടെ വീട്ടിൽ ഒരുപാട് അൽഹംദുലില്ലാ ഒരുപാട് ആൾക്കാർ. ഞാൻ ഇവിടെ ഗൾഫിൽ വരുമ്പോൾ 10 നൽകുന്നുണ്ട്. മനസ്സിലാവും. എനിക്ക് ഒട്ടും സ്ഥലം കൊണ്ടുപോയി അയാളും ഇഷ്ടം ഞാനും. ഞാൻ 2 കാഴ്ചയിൽ അപ്പം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാൻ അയാൾ എനിക്ക് പറയാം 2 ഞാൻ സംസാരിച്ചു.